ആലപ്പുഴ ചോദ്യം എന്താ ചോദ്യം അറിയോ? കൊതുകടിക്കാതിരിക്കാനാണോ തങ്ങളെ ജാറത്തുമ്പിൽ ഇടുന്നത്? അത് നിങ്ങളൊന്ന് കേട്ടോളി. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? എന്നാ മൗലവി കഅബ ശരീഫിന് കില്ല കൊണ്ട് പുതക്കുന്നില്ലേ? കഅബയെ കൊതുകടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ മൗലവി? മൗലവി കഅബയെ കില്ല കൊണ്ട് പുതക്കുന്നില്ലേ? കൊതുക് കടിക്കാതിരിക്കാനാണോ മൗലവി? ചോദിക്കട്ടെ, കഅബത്തിന് തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ മൗലവി? മുസ്ലിമീങ്ങളെ മുന്നിൽ വന്നിട്ട് ഇത്തരം കാര്യം പറയാൻ ഒരൽപ്പവും ലജ്ജ തോന്നുന്നില്ലേ മൗലവി? മറുപടി പറയണേ മൗലവി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സംഗതി എന്താണെന്നറിയോ? മൗലവി നാദാപുരത്ത് വരുമ്പോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, മൗലവിനെ നിങ്ങൾ സ്വകാര്യം പോയെന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ചോദിക്കണേ, എന്താ കാണിക്കാൻ പോകുന്നത്? കഅബ ശരീഫിന് നിർമ്മിക്കുന്ന ഖില്ല, കഅബയ്ക്ക് വേണ്ടി കഅബ പുതക്കാൻ നിർമ്മിക്കുന്ന ഖില്ല 25 കോടി ഉറുപ്പിക. സഹോദരാ ശരിക്കും മനസ്സിലാക്കി വെച്ചോ, 25 കോടി ഉറുപ്പികയോളം അതിന് ചെലവാണ് കേട്ടോ. പിന്നെയോ ആ കഅബത്തിന് പുതക്കുന്ന ഖില്ല 15 കിലോ സ്വർണം അതിന് ചെലവാണ് കേട്ടോ. ആ ഖില്ല പണിയുന്ന കമ്പനി, അതേ കമ്പനിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം മൂടുന്ന പച്ചപ്പട്ടും നിർമ്മിക്കുന്നത് കേട്ടോ. അത് പേരോട് പറയുന്നതല്ല. ഈ കേരളത്തിൽ ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാണ്, ലോകമൊട്ടാകെ വന്ന വാർത്തയാണ്. ആ വാർത്തയിൽ ഖില്ല പണിയുന്ന കമ്പനിയും ഖില്ലയുടെ പണി നടത്തുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം മൂടുന്ന പച്ചപ്പട്ട് അവിടെ നിന്നിങ്ങനെ നെയ്തുകൊണ്ടിരിക്കുന്നതും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ അതേ മൂടുന്ന തുണി ഉണ്ടാക്കുന്ന മക്കീനയുള്ള സ്ഥലമാണെന്ന് ബോർഡും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏഷ്യാനെറ്റിൽ റിപ്പോർട്ട് വന്നില്ലേ മൗലവി? നിങ്ങൾ എന്നെ സുയിപ്പാക്കിയില്ലേ? സിറാജുല്ലുദക്ക് കറാമത്ത് എന്ന് പറഞ്ഞ് സുയിപ്പാക്കിയില്ലേ? എന്നാ കറാമത്താ കാണിക്കാൻ പോകുന്നത്. ശരിക്ക് കണ്ടോ ഏഷ്യാനെറ്റിലെ വാർത്ത? മൗലവിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി അള്ള തന്നതല്ലേ ആ വാർത്ത. ഞാൻ നിങ്ങൾക്കിതാ ഇപ്പൊ കാണിക്കുന്നു. മൗലവിമാര് പള്ള നിറയൊന്ന് കണ്ടോ, വയറ് നിറയൊന്ന് കണ്ടോ? ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ മേലെ മൂടുന്ന പച്ചപ്പട്ട്, അത് നെയ്യുന്ന സ്ഥലം കണ്ടോ? പച്ചപ്പട്ട് നെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി കണ്ടോ മൗലവി? അതിന്റെ പുറമെ ഞങ്ങളെ കേന്ദ്രമാ കഅബ. ആ കഅബ നിങ്ങൾക്ക് പറ്റൂല, കാരണം അതിന്റെ ചുറ്റുഭാഗം അമ്പിയാക്കളെ മഖ്ബറയാണ്. ആ കഅബ അതിന് പുതുക്കുന്ന ഖില്ല അതും കണ്ടോ മൗലവി? വെക്കുമോനെ ഏഷ്യാനെറ്റ് വാർത്ത. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലയത്തെ പുതുപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. കേട്ടില്ലേ? മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ പുതക്കുന്ന പച്ചത്തുണിയും ഇവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. ആ നിർമ്മിക്കുന്ന കമ്പനി, അവിടെ നടക്കുന്ന പണിയും ഏഷ്യാനെറ്റിൽ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ മൗലവി ഇവിടെ വന്നിട്ട് പറഞ്ഞ എല്ലാ കളവും പാളിപ്പോയില്ലേ? ഈ മൗലവിന്റെ CD വാങ്ങിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്ന മുജാഹിദിന്റെ ചെറുപ്പക്കാരും, ഞാൻ ചോദിക്കട്ടെ, ഈ മൗലവി നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആഖിറത്തിൽ വരുവോ? നിങ്ങൾ ശരിക്ക് ചിന്തിക്കൂ ചെറുപ്പക്കാരാ.